+1 ഫിസിക്സ് ക്രിസ്മസ് എക്സാം ആൻസർ കീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഫിസിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എക്സാമിനറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക, ഓണസ്റ്റ്ലി കമന്റ് ചെയ്യുക. കാരണം ഞാനിവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കാരണം എനിക്ക് ഒന്ന് വലിയൊരു സമാധാനം ഉണ്ട്. നമ്മുടെ പരീക്ഷ ആക്ച്വലി മാത്സ് പോലെയോ കെമിസ്ട്രി പോലെയോ ടഫായിട്ട് അല്ല വന്നത്. ഒബ്വിയസ്ലി അവിടെ ഇവിടെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ അറിയേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ആക്ച്വലി കുറച്ച് ഭയങ്കര ടഫായിട്ടുള്ള മേ ബി ഒരു എൻട്രൻസ് ലെവലിൽ എന്തായാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷം എക്സാമിനറിന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസം ഫോളോ ചെയ്ത എല്ലാ കുട്ടികൾക്കും എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. ആകെ അവിടെ ഇവിടെ ചിലപ്പോൾ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ചില 1 മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മേ ബി മിസ്സായി പോയി. അന്നല്ലാതെ എക്സാമിനറിന്റെ കൂടെ കഴിഞ്ഞ 3 ദിവസങ്ങൾ പഠിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. ഇത് ഞാൻ വെറുതെ അടിച്ചുവിടാൽ, ഐ ഹാവ് ദ പ്രൂഫ്. ഇതുപോലെ പഠിച്ച് പബ്ലിക്കിലും നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ, കാരണം ഇതുപോലെ ആവണമെന്നില്ല പബ്ലിക്. മാത്സ് ക്രിസ്മസിന്റെ ടഫായി, പക്ഷേ പബ്ലിക്കിൽ ഫിസിക്സ് ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. സോ വി ഷുഡ് ഓൾവേസ് പ്രിപ്പയർ ഫോർ ദി വേസ്റ്റ്, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു പഠനം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രാഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് സൂപ്പറായിട്ട് പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവുന്നതായിരിക്കും, റിവിഷൻ ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും, ഷോർട്ട് നോട്ട്സ് ക്ലാസ്സസ് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എക്സാമിനറുടെ ക്ലാസ് കൊണ്ട് യൂസ്ഫുൾ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബാച്ചിൽ ജോയിൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റൻ ആൻസർ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് മക്കളുടെ ഡെസിമൽ നമ്പർ ആണ്. റൂൾ എന്താ, ഫസ്റ്റ് നോൺ സീറോ ലാസ്റ്റ് വരെ, ദാറ്റ് ഇസ് 4 സിഗ്നിഫിക്കന്റ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇഷ്ടംപോലെ ക്വസ്റ്റൻ ചെയ്താണ്. കഴിഞ്ഞ 3 ദിവസത്തെ സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. അല്ലാത്ത എന്തെങ്കിലും വെക്കുന്നത് ഞാൻ പറഞ്ഞോളാം, ഡോണ്ട് വറി. വീണ്ടും ഡെസിമലാണ് ഫസ്റ്റ് നോൺ സീറോ, അവസാനം വരെ സിഗ്നിഫിക്കന്റ് ആണ്. സോ 5. ഇതെല്ലാവരും കറക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, സാമാന്യം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ സ്ട്രൈറ്റ് ലൈൻ ഇസ് ഗിവൺ ബിലോ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഞാനും ചെയ്തിട്ടുണ്ട്, മിഷാൻ സാറും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രത്യേക ഫ്രീ ഫോളിന്റെ അല്ലെ ബോൾ മുകളിലേക്ക് എറിയുന്ന കോൺടാക്റ്റിലാണ് ചെയ്തത്. എങ്കിലും അത് ക്ലാസ് കണ്ടവർക്ക് ഇത് ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ദ പാർട്ടിക്കിൾ ഹാസ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ബേസിക്കലി മുകളിലേക്ക് എറിഞ്ഞ ബോളിന് താഴേക്ക് വരുമ്പോഴും മുകളിലേക്ക് പോകുമ്പോഴൊക്കെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ചെയ്യാനുള്ളത്. അതാണ് കറക്റ്റ് ആൻസർ. ദ പാർട്ടിക്കിൾ ഹാസ് നെവർ ടേൺഡ് ശരിയല്ല, കാരണം 10 മീറ്റർ/സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 0-ൽ എത്തിയിട്ട് പിന്നെ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കിൾ ടേൺ ചെയ്തിട്ടുണ്ട്, മുകളിൽ പോയി താഴെ വരുമ്പോൾ ടേൺ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. ദ പാർട്ടിക്കിൾ ഹാസ് 0 ഡിസ്പ്ലേസ്മെന്റ്. അല്ല, ഡിസ്പ്ലേസ്മെന്റ് 0 അല്ല. കാരണം എന്താണ്, 10-ൽ തുടങ്ങിയിട്ട് തിരിച്ച് -10-ൽ അല്ല എത്തുന്നത്, ഇത് പിന്നെയും താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ല എന്ന് പറയാൻ പറ്റില്ല. 0 ആണെന്ന് പറയാൻ പറ്റില്ല. ദ പാർട്ടിക്കിൾ ഹാസ് കോൺസ്റ്റന്റ് വെലോസിറ്റി. എങ്ങനെയാണോ വെലോസിറ്റി കുറഞ്ഞ് 0 ആവുന്നില്ല, പിന്നെ നെഗറ്റീവ് ആവുന്നില്ല, അപ്പോൾ കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1 എന്നുള്ള കാര്യം. ഉത്തരം കൊടുക്കുക, ക്ലാസ് കണ്ടവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി തീരെ വെലോസിറ്റി എന്താ അറിയില്ല, ഡിസ്പ്ലേസ്മെന്റ് എന്താ അറിയില്ല, അപ്പം പിന്നെ എനിക്കൊന്നും പറയാനില്ല. ദിസ് ഈസ് നോട്ട് ഫ്രം ദി ക്ലാസ്, ഡയറക്ട്ലി ഫ്രം ദ ക്ലാസ് അല്ല. വൺ ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ബാച്ചിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് എടുത്തില്ല. സോ ഐ അഡ്മിറ്റഡ്, ക്ലാസ് ഡയറക്റ്റ് അല്ല. പാർട്ടിക്കിൾ ബേസിക്കലി യൂണിഫോം സർക്കിൾ മോഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുമ്പോൾ എന്താണ്, തമ്പ് ക്ലോക്ക് വൈസ് പിടിച്ച്, ഫിംഗേഴ്സ് ക്ലോക്ക് വൈസ് പിടിച്ച് തമ്പ് സ്ക്രീനിന്റെ ഉള്ളിലേക്കായിരിക്കും. സ്ക്രീനിന്റെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെഡ് ആണ്, സ്ക്രീനിന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെഡ് ആണ്. സോ ഇത് കറക്റ്റ് ആൻസർ പോസിറ്റീവ് സെഡ് അല്ല മക്കളെ, നെഗറ്റീവ് സെഡ് ആണ്. തെറ്റിപ്പോയി, കാണിച്ച് അവിടെ എഴുതി വെച്ച് തെറ്റിപ്പോയി. നെഗറ്റീവ് സെഡ് ആണ്, ബോർഡിന്റെ ഉള്ളിലേക്ക് അഥവാ സ്ക്രീനിന്റെ ഉള്ളിലേക്കായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിന്റെ ഉള്ളിലേക്കായിരിക്കും. ഇപ്പോൾ കുറച്ച് ബേസിക്കലൊന്നുമില്ല, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. എന്നിട്ട് തമ്പ് ഉപയോഗിച്ചിട്ട് ആംഗുലർ വെലോസിറ്റി ഡയറക്ഷൻ പിടിക്കുക. ആംഗുലർ വെലോസിറ്റി തന്നെയല്ലേ, വേറെ ഒന്നല്ലോ, വായിച്ച് തെറ്റുന്നില്ല, കറക്റ്റാണ്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഫോർ എ ക്ലോസ് പാത്ത്. മിസ് ഡയറക്റ്റ് ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റൻ, 100 ഷോക്കേഷൻ ലൈവിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, വർക്ക് ഡൺ ഇൻ ക്ലോസ് പാത്ത് 0 ആണ്, ഡയറക്റ്റ് ഫ്രം ദി ക്ലാസ്. സെന്റർ ഓഫ് മാസ് ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഡസ് നോട്ട് ഡിപ്പെൻഡ്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്ന കുട്ടിക്ക് ആർക്ക് വേണം ആൻസർ ചെയ്യാം. പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റിലേറ്റീവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇവിടെ നിങ്ങൾ ഫോഴ്സിന്റെ ഇക്വേഷൻ കാണുന്നുണ്ടോ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയണം. അത് പറയാൻ അത്ര ബുദ്ധിമുട്ട്, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ കുറച്ച് എന്താണ്, ഒരു എന്താ പറയുക, ഒരു 0.5% തലമണ്ട ഒന്ന് ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. അതല്ലാതെ വേറെ ഇവിടെ ഒന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്ത കുട്ടിയാണെങ്കിൽ ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. കൈനറ്റിക് എനർജി കമ്പയർ ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞല്ലേ, സണ്ണിന്റെ അടുത്തുള്ള പെരിഹീലിയനിലായിരിക്കും ഏറ്റവും വെലോസിറ്റി കൂടുതൽ, എപ്പിഹീലിയനിൽ ഏറ്റവും ദൂരെയായിരിക്കും വെലോസിറ്റി കുറവ്. എവിടെയാണോ വെലോസിറ്റി കുറവ്, മാസ് മാറുന്നില്ലല്ലോ, അപ്പോൾ ഏറ്റവും ഇവിടെ വെലോസിറ്റി കുറവ്, അവിടെ ആയിരിക്കും കൈനറ്റിക് എനർജി ഏറ്റവും കുറവ്, ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ, ഇവിടെ മിഡിലായിരിക്കും ഉണ്ടാവാം. സോ ഇത് കറക്റ്റ് ആൻസർ എന്താ, ഇവിടെ കൂടുതൽ, മിഡിൽ കഴിഞ്ഞു. നമ്മൾ സ്പീഡിന്റെ കാര്യം പറഞ്ഞു, ആ സ്പീഡ് വെച്ചിട്ട് കൈനറ്റിക് എനർജി സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ 100 ഷോർട്ട് ക്വസ്റ്റൻസിൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, കൈനറ്റിക് എനർജിയുടെ ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കിടന്ന് കയറുമ്പോൾ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് അല്ല എന്ന് പറഞ്ഞാലും അതൊന്ന് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ദി എബിലിറ്റി ഓഫ് എ ലിക്വിഡ് ടു വെറ്റ് എ സർഫസ് ഡിപ്പെൻഡ്സ് പ്രൈമറിലി ഓൺ.
ഇത് ഡയറക്റ്റ് ക്ലാസ് ചോദിച്ച ചോദ്യമല്ല. പക്ഷേ ആംഗിൾ ഓഫ് കോൺടാക്ട് പറഞ്ഞപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് വാട്ടറിന് ആംഗിൾ ഓഫ് കോൺടാക്ട് കുറവാണ്, അതുകൊണ്ട് അത് വെറ്റ് ചെയ്യും. ഇറ്റ് റിസൾട്ട്സ് ഇൻ വെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെർക്കുറിക്ക് ആംഗിൾ ഓഫ് കോൺടാക്ട് കൂടുതലാണ്, സോ ഇറ്റ് ഡസ് നോട്ട് കോസ് വെറ്റിംഗ്. അപ്പൊ എന്താണോ വെറ്റിംഗ് കോസ് ചെയ്യുന്നത്, ആംഗിൾ ഓഫ് കോൺടാക്ട് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ ക്ലാസ് കണ്ട ഒരു കുട്ടിക്ക് ഉത്തരം പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റും, അത്രേ ഉള്ളൂ. അടുത്തത് ഡിഫൈൻ ഫോളോയിങ് ആവറേജ് ആക്സലറേഷൻ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. എൻ്റെ ക്ലാസ്സിൽ നമ്മൾ വൺ ഷോട്ടിൽ എടുത്തപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട്, നിഷാദ് പറഞ്ഞിട്ടുണ്ട്. ബിഷാൻ സാർ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഡെഫിനിഷൻ ക്ലാസ്സിൽ പറഞ്ഞില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എപ്പോഴോ പഠിക്കുന്നതാണ്, വൺ ഷോട്ടിലും പഠിക്കുന്നതാണ്, ബാച്ചിലും പഠിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടവർക്ക് ഈസിലി രണ്ടിൻ്റെ ഡെഫിനിഷൻ എഴുതി വെക്കാൻ പറ്റിയിട്ടുണ്ടാവും. അടുത്തത് ഇപ്പൊ ഇറ്റ് സ്ട്രിങ്സ് ബേസിക്കലി എന്താണ് പറഞ്ഞു പോയി ഇങ്ങനെ ടാൻജന്റ് അല്ല. നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ, ഒരു സാധനം സർക്കുലർ മോഷനിൽ കറങ്ങുമ്പോൾ ആക്സിലറേഷൻ സെന്ററിലേക്കായിരിക്കും, വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും. അപ്പം മുറിച്ചാൽ ടാൻജന്റിൽ അങ്ങ് പറന്നു പോകും. അപ്പൊ ആൻസർ ഈസ് ടാൻജൻഷ്യൽ അഥവാ ടാൻജന്റ് എന്ന് എഴുതി വെക്കാം. ഓക്കെ മക്കൾ, ഒന്ന് വെയിറ്റ് ചെയ്യേ. നെക്സ്റ്റ് ചോദ്യം, ഡയറക്റ്റ് ക്ലാസ്. വാട്ട് ഈസ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? എഴുതി വെക്കുക ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഡെഫിനിഷൻ. ഇൻ വിച്ച് വേ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഇലാസ്റ്റിക് കൊളിഷൻ. അപ്പോൾ കൈനറ്റിക് എനർജി ഇവിടെ കൺസെപ്റ്റ് അല്ല, അവിടെ കൺസെപ്റ്റ് ആണ് എന്നുള്ള ആരൊക്കെ എഴുതി വെച്ചാൽ അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും അവിടെ എഴുതാനല്ല. ഒരു മാർക്കും അല്ലേ, അത് എഴുതി വെച്ചാൽ പണി തീർന്നു. ഇലാസ്റ്റിക് കൊളിഷനിൽ കൈനറ്റിക് എനർജി കൺസെപ്റ്റ് ആണ്, മൊമെന്റ് കൺസെപ്റ്റ് ആണ്. മറ്റേതിൽ ഇൻഇലാസ്റ്റിക് ആണ്, കൈനറ്റിക് എനർജി കൺസെപ്റ്റ് അല്ല, പക്ഷേ മൊമെന്റ് കൺസെപ്റ്റ് ആണെന്ന് എഴുതി വെക്കുക. ഡയറക്റ്റ് ഫ്രം ദി ക്ലാസ് ആണ്. കോമഡി ഡെറൈവ് ദ റിലേഷൻ ഡയറക്റ്റ് ഫ്രം ദി ക്ലാസ്. ഇത് കണ്ടവർക്ക് വെറുതെ എഴുതി വെക്കാൻ പറ്റിയിട്ടുണ്ടോ? വെറുതെ മാർക്ക് കിട്ടി. റൈറ്റ് ഡൗൺ ദി എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യം തന്നെ, ചെയ്ത കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ചിലവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ചിലർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഈ ഇക്വേഷൻ അറിയുന്നവർക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ബേസിക്കലി മാസും റേഡിയസും ഡബിൾ ആക്കിയാൽ ജി മാറില്ല എന്നല്ല, ജി മാറും. എങ്ങനെയാണ് മാറാന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അവിടെ പോയി നമ്മുടെ ക്വസ്റ്റ്യൻസ് അവിടെ പോയി ഇവിടുത്താണോ? അതാ ഇത് സാധനം. ജി ഇങ്ങനെ എഴുതുക, മാസ് ഡബിൾ ആക്കി, റേഡിയസ് ഡബിൾ ആക്കി. പക്ഷേ 2r ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 4r സ്ക്വയർ വരും. ഈ 2ഉം 4ഉം കട്ടിയതാ താഴെ 2 വരും. അപ്പോൾ GMR സ്ക്വയർ ബൈ 2 ആയിരിക്കും പുതിയ ജി അഥവാ ജി ഡാഷ്. GMR സ്ക്വയർ എന്ന് പറഞ്ഞാൽ പഴയ ജി ആണ്. അപ്പോൾ ജി ഡാഷ് ഇസ്ക്വൽ ജി ബൈ 2 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ കുറച്ച് തലമണ്ട ഉപയോഗിക്കേണ്ട ചോദ്യമായിരുന്നു, അത്ര ഡയറക്റ്റ് ചോദ്യമല്ല. എങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റിയവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇറ്റ് ഇസ് ഓക്കെ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പബ്ലിക് എക്സാം ആകുമ്പോൾ ഓർക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കണം എന്നുള്ളവരും. ക്ലാസ്സിൽ ഡയറക്റ്റ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ല, പക്ഷേ ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി. സ്റ്റേറ്റ് ഇക്വേഷൻ കണ്ടിട്ട് ഡെറിവേഷൻ അടക്കം നമ്മൾ ചെയ്താണ്. വാട്ട് ഈസ് ഫ്ലോയിങ് ത്രൂ വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്കൂൾ. എടാ നമ്മൾ ക്ലാസ്സിൽ ഇതിൽ പറഞ്ഞു തന്നെയാണ് ഏരിയ കുറവുമ്പോൾ വെലോസിറ്റി കൂടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കുട്ടികൾക്കറിയാം. ഇവിടെ ഏരിയ കുറവാണ്, വെലോസിറ്റി കൂടുന്നത് അവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ബി ആണ് കൂടുതലെന്ന്. ഇനി ക്ലാസ്സിൽ നമ്മൾ അണ്ടർ ഷോർ ക്വസ്റ്റ്യൻ അപ്ലൈ വരെ ചെയ്തു. ഇവിടെ ഏരിയ കുറവാണ്, വെലോസിറ്റി കൂടുന്നൊക്കെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്തു. ഡയറക്റ്റ് ഫ്രം ദി ക്ലാസ്സിനെ പറയാൻ പറ്റുള്ളൂ. സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എംഇസിറ്റിവിറ്റിയുടെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തില്ല, ആൻസർ 1 ഔട്ട് വരിക. ഓക്കെ, അത് ഡയറക്റ്റ് ക്ലാസ് എന്നല്ല. ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നന്നായിട്ട് കറക്കിക്കളിച്ച് ചെയ്ത കുട്ടിക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത കുട്ടികൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു തോന്നൽ. അപ്പം അത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. ആൻസർ വരാൻ പോകുന്നത് കുറച്ച് അധികം സ്റ്റെപ്പുകൾ വരുന്നുണ്ടായാലും. ഓക്കെ, അപ്പം വേണം നിങ്ങൾ നോക്കുക, വേണം ഇത് പഠിക്കുക. വേണമെങ്കിലല്ല, എന്തായാലും തീർച്ചയായും പബ്ലിക് എക്സാമിന് ഇതൊന്ന് പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം കഴിഞ്ഞ വർഷവും മനസ്സിലായത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ ഈ ഡയമെൻഷണൽസിന്റെ ഡെറിവേഷൻ കഴിഞ്ഞ വർഷം ആക്ച്വലി ഒരു ടഫ് ചോദ്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഈ വർഷം ടഫ് ചോദ്യം വന്നത്. അപ്പോൾ എന്തായാലും ഡയമെൻഷൻസിൽ നമ്മൾ സാധാരണ ചെയ്ത സിമ്പിൾ ചോദ്യങ്ങൾ മതിയാവില്ല. പബ്ലിക്കിൽ നമുക്ക് കുറച്ച് ടഫ് ചോദ്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഈ പേപ്പർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൻസർ ഞാൻ കാണിച്ചു തന്നു. കുറച്ച് ട്രബിളിംഗ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും മേ ബി. ഡയറക്റ്റ് ഫ്രം ദി ക്ലാസ് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്താണ്. 30 ഡിഗ്രി 60 ഡിഗ്രി റേഞ്ച് സെയിം ആണെന്ന് പ്രൂവ് വരെ ചെയ്തു. എപ്പോഴാണ് വരിക എന്നുള്ളതിന് പ്രൂവ് ചെയ്തു. സോ ദി ആൻസർ ഇസ് ദിസ്. കഴിഞ്ഞു. വേറെ ഒന്നും അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അതെ, ഞാൻ ചോദ്യം ഒന്നും ഫുള്ള് വായിച്ചിട്ടൊന്നുമില്ല. റേഞ്ച് തന്നെ കറക്റ്റാണ്. ലോ ഓഫ് കൺസർവേഷൻ ഡയറക്റ്റ് ക്ലാസ്. ഈ ചോദ്യം ഡയറക്റ്റ് ക്ലാസ്, ഡയറക്റ്റ് സെയിം ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. സെയിം ചോദ്യം സെയിം ആൻസർ ചെയ്ത് വെക്കുക. മൈനസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തത് കപ്പിൾ പ്രൊഡ്യൂസേഴ്സ് റൊട്ടേഷൻ ആണ്. കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഇതുപോലത്തെ ഫോഴ്സ് ആണ് ബേസിക്കലി അല്ലേ. ഓപ്പോസിറ്റ് ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് വന്നു കഴിഞ്ഞാൽ പ്യൂർ റൊട്ടേഷൻ ആയിരിക്കും. ഡയറക്റ്റ് ഫ്രം ക്ലാസ് അല്ല. പക്ഷേ ദിസ് ഇസ് ഡയറക്റ്റ് ഫ്രം ക്ലാസ്. 2 മാർക്കിന്റെ ഡെറിവേഷൻ ഡയറക്റ്റ് ക്ലാസ് എന്നാണ് ചെയ്തിട്ടുണ്ടാവും. പാസ്കൽസ് ലോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ അണ്ടർ ഷുവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ, ആൻസർ വിൽ ബി ദിസ്. സെയിം ക്വസ്റ്റ്യൻ, നമ്പർ പോലും മാറിയില്ല. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു പല ചോദ്യങ്ങളും എക്സാം ടഫായി വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ അതേ ചോദ്യങ്ങളായിരിക്കും വരിക. വിത്തൗട്ട് നമ്പർ പോലും ചേഞ്ച് ചെയ്യില്ല. 3000 ഒക്കെ സെയിം. കഴിഞ്ഞ ദിവസം ഇന്നലെ ഡയറക്റ്റ് ഫ്രം ദി ക്ലാസ് ഡെഫിനിഷൻ എഴുതി വെക്കുക. ഇതാണ് ഡെഫിനിഷൻ. ഷോ ദാറ്റ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതും സ്റ്റാൻഡേർഡ് ചോദ്യം. ഡയറക്റ്റ് ഫ്രം ദി ക്ലാസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ക്ലാസ്സിലെടുത്താണ്. ഇതും നിഷാൻ സാർ പഠിപ്പിച്ചിട്ട് ഡെറിവേഷൻ എഴുതി വെക്കുക. ഈ ചോദ്യം മാത്രം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് എല്ലാവരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് എൻട്രൻസിന് വരെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പബ്ലിക് എക്സാമിന് മുമ്പ് ഈ ചോദ്യം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇതുപോലത്തെ ചോദ്യം നമുക്ക് ചെയ്യാനുണ്ട്. കാരണം അത് നമ്മൾ ചെയ്യേണ്ടി വരുന്നതാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, സാധാരണ എല്ലാ കുട്ടികൾക്കും അറിയാം
ഈ നമ്മൾ ഏരിയ എടുത്താൽ നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. പോസിറ്റീവ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടും, നെഗറ്റീവ് ആയിട്ട് എടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ക്വസ്റ്റിന് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ വിചാരിക്കുന്ന ഇത് കൃത്യം നടുവിലാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് കൃത്യം നടുവിൽ 1.5 അല്ല. ഇത് അതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് 2-3 രീതികൾ കണ്ടുപിടിക്കാം. ഒരു രീതിയാണ് ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ടാക്കാം, y = mx + c വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആംഗിൾ എടുത്തിട്ട് ഞാൻ ഈ ചെയ്തവരെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് എൻട്രൻസിനൊക്കെ പഠിക്കുന്നവർക്ക് ഇത് അറിയായിരിക്കും. അല്ലാത്ത കുട്ടികൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീർച്ചയായും ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി ഇത് ചെയ്യേണ്ട വിധമില്ല, അവോയ്ഡ് ചെയ്യേണ്ട ചോദ്യമായിരുന്നു. പക്ഷേ എനിവേ ഇപ്പം ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇത് 5/3 ആണ് കോർഡിനേറ്റ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കലാണ് ഇതിലെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ ഏരിയ കണ്ടുപിടിക്കലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് 1.5 എന്നും ഡിസ്റ്റൻസ് 4.83 അപ്രോക്സിമേറ്റ്ലി എന്ന് കിട്ടും. ഓക്കെ, പക്ഷേ ഇത് 1.5 ആണെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിഫറൻസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമായിരിക്കും, പബ്ലിക്കിലേക്കാണ് മാർക്ക് തരും. പക്ഷേ അതിന് കറക്റ്റ് ആൻസർ ഇത് കണ്ടുപിടിക്കുന്നതിലൂടെയാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന ചോദ്യങ്ങളൊക്കെ ഇനി പബ്ലിക്കിൽ വന്നു കഴിഞ്ഞാൽ ഡോണ്ട് വറി, നമുക്ക് അത് പഠിക്കാം. കുത്തിയിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിശാലമായിട്ട് പഠിക്കാം. ഓക്കെ, പക്ഷേ ദിസ് ഇസ് എൻട്രൻസ് ലെവൽ ക്വസ്റ്റൻ എന്ന് പറയാൻ സംശയമൊന്നുമില്ല. ഇത് 1.5 ആയിരുന്നെങ്കിൽ, കൃത്യം 1.5 ആയിരുന്നെങ്കിൽ നമ്മളത് പറയില്ലായിരുന്നു. ഇത് 1.5 അല്ല, നിങ്ങൾ നോക്കി നോക്ക്. കാരണം ഇത് 1 സ്റ്റാർട്ട് ചെയ്ത് 1 എന്ത് ചെയ്യുകയാണെങ്കിൽ ഇത് 45 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇത് കൃത്യം നടുവിൽ കൂടെ കട്ട് ചെയ്ത് പോകും വരാം. പക്ഷേ ഇവിടെ 2 സ്റ്റാർട്ട് ചെയ്ത് 1 പോകുന്നത്. സോ ഇറ്റ് ഇസ് സ്ലോപ്പ് ഇസ് നോട്ട് 45 ഡിഗ്രി. അപ്പോൾ കൃത്യം നടുവ് കൂടെ അല്ല പോവുക. അപ്പം അതാണ് അതിൽ ട്രിക്കി പാർട്ട്. പോട്ടെ, ഡിഫൈൻ വർക്ക് ബൈ ഫോഴ്സ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. ഫ്രിക്ഷന്റെ വർക്ക് എന്താണ്, ഫോഴ്സ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് നെഗറ്റീവ്. ആക്ച്വലി ട്രൂ ആണ്. പിന്നെ എപ്പോഴും ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആണെന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ട്രൂ ഓർ ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആണെന്ന് പറയണം. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റൻ കേട്ടോ. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ഫോഴ്സ് 30 ന്യൂട്ടൺ, ലോഡ് 2 kg ടു y. ഇത് ആക്ച്വലി നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ഈ 2 കിലോയ്ക്ക് ഇവിടെ റോളും ചെയ്യുന്നില്ല. 30 ന്യൂട്ടൺ ഫോഴ്സ് 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയാൽ വർക്ക് എത്രയാ? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് 30 × 10 300 ജൂൾ, അത്രേ ഉള്ളൂ. അപ്പോൾ സാർ ഇതെന്തിനാണ് വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഫോഴ്സ് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ പറയും ഇവന്റെ വെയിറ്റ് പൊക്കാൻ വേണ്ടിയിട്ട് mg ഫോഴ്സ് കൊടുക്കണം 2 × 9.8 അഥവാ 2 × 10 അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഫോഴ്സ് തന്ന സ്ഥിതിക്ക് ആ ഫോഴ്സ് ചെയ്ത വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഇസ് ആൻസർ ഇസ് 300. കുറച്ച് ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റൻ ആണ്. ഇത് നമ്മൾ സിമിലർ ക്വസ്റ്റൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്പേഴ്സ് ഒക്കെ മാറ്റി വേറെ ഇതിലാണ് ചോദിച്ചത്. ഷെങ്സ് മോഡുലസിന്റെ ഫോർമുല വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2.4 × 10⁻⁵ മീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ചെയ്ത അതേപോലത്തെ ഒരു ചോദ്യമാണ്. ആ ക്ലാസ്സിൽ ആ ചോദ്യം ചെയ്ത് ഏത് കുട്ടിക്കും ഈ ഒരു ചോദ്യം ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലേ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ മൊത്തം എന്താണ്, ΔU 0 ആയിരിക്കും. സോ മൊത്തം ΔW വർക്ക് ആയി മാറും. സോ ഗ്യാസ് വിൽ ഡു പോസിറ്റീവ് വർക്ക്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ബൈ, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്ന സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ. ഇതൊന്നും സ്പെഷ്യാലിറ്റി ഇല്ല, ഇതൊരു സ്പെഷ്യാലിറ്റി ഇല്ല, സ്റ്റാൻഡേർഡ് ക്ലാസ്സിലെ ചോദ്യമാണ്. ന്യൂമറിക്കൽ സ്റ്റാൻഡേർഡ്. ആ ഫോർമുല വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ആ ഫോർമുല ഇട്ട് കൊടുത്താൽ എന്താണ് കിട്ടുക? ഇതാ ഇതെല്ലാം പിടിച്ചിട്ട് കൊടുക്കുക. 60 cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ് വരിക. കട്ടക്കായി ഈ 1/2 2 കട്ടായി പോയി കഴിഞ്ഞാൽ ഈ സാധനം വരും. √109 വരും. 10.44 വരും. ഡയറക്റ്റ് ഇതൊക്കെ ക്ലാസ്സിൽ വെറും പഠിപ്പിച്ച ചോദ്യങ്ങൾ. ഇത് വെറും ക്ലാസ്സിലുള്ള ചോദ്യം. വെറും ഡയറക്റ്റ് 5 മാർക്ക് ഫ്രം ക്ലാസ്, ഡയറക്റ്റ് ഫ്രം ദി ക്ലാസ്. ഇതും വെറും ഡയറക്റ്റ് ഫ്രം ദി ക്ലാസ്. ഇതാ ഡിഫൈൻ അറൈവ് ചെയ്തു. ഇതെന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. വെറുതെ ആ വിന്റെ ഫോർമുലയിൽ മാസ് ഓഫ് മൂണും പിന്നെ റേഡിയസ് ഓഫ് മൂണും ജി നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ. ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറുതെ ഈ ഫോർമുല ഡിറൈവ് ചെയ്ത് കിട്ടുന്നല്ലേ, അതിൽ മാസം റേഡിയസ് ഇട്ട് കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. അവസാനം 2.3 ബൈ ഹാർട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ കാൽക്കുലേഷൻ പോലും ചെയ്യേണ്ട. അവസാനം 2.3 km/s ചെയ്താൽ ഇത് കാൽക്കുലേഷൻ ചെയ്താൽ 238382 എന്നുള്ള അപ്രോക്സിമേറ്റ് വാല്യൂയിലേക്ക് നിങ്ങൾക്ക് എത്താനും സാധിക്കും. അറൈവ് അറ്റ് ദി എക്സ്പ്രഷൻ ഓഫ് ടെർമിനൽ സ്റ്റാൻഡേർഡ് ചോദ്യം ഫ്രം ക്ലാസ്, ഡയറക്റ്റ് ഫ്രം ക്ലാസ്. ടെർമിനൽ വെലോസിറ്റി ഓഫ് കോപ്പർ, ഡയറക്റ്റ് ഫ്രം ക്ലാസ്. ടെർമിനൽ വെലോസിറ്റി ഓഫ്, ഇത് കഴിഞ്ഞ ദിവസം ലൈവിൽ എടുത്താണ്. മീഡിയം ക്വസ്റ്റൻ എന്തോ പറഞ്ഞ് എടുത്താന്ന് എനിക്ക് തോന്നുന്നത്. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. 9.9 × 10⁻⁻⁻⁻⁻⁻ അഥവാ 0.99 പോയിസൂൾ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ യുവർ ആൻസർ ഈസ് കറക്റ്റ്. ഇനി ഒന്നുമില്ല, ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ടും കൂടി ചെയ്യാൻ പറ്റും. അടക്കം നമ്മൾ ചെയ്താണ് ക്ലാസ്സിലെ. നിങ്ങൾക്ക് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും മാർക്ക്. അപ്പം ഒരു സന്തോഷ വാർത്ത എനിക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അതിൽ പല ടഫ് ചോദ്യങ്ങൾ പോലും നമ്മൾ ഇതുപോലത്തെ പഠിപ്പിച്ചത് വെറുതെ ആയില്ല. പക്ഷേ അങ്ങനെ കുറേ ടഫ് ചോദ്യങ്ങൾ മാത്രമല്ല ചോദിക്കുന്നത്. 1-2 ടഫ് ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം കുറച്ച് അധികം ടഫിലാണ് വെച്ചത്. പക്ഷേ അത് പബ്ലിക് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അത് എല്ലാ വർഷവും ഈസി എക്സാംസിന് പോലും 1-2 ചോദ്യം എന്തായാലും വേറെ ലെവലിൽ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. ഒബ്വിയസ്ലി അത് അവോയ്ഡ് ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാമെന്നാണ് സത്യം. അപ്പോൾ നമ്മൾ അതിനെ ചേസ് ചെയ്യേണ്ടോ അല്ല അതിനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ തീർച്ചയായും പബ്ലിക് എക്സാമിന് നമുക്ക് പഠിച്ചെടുക്കണം, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ടൊരു പഠനം നിങ്ങൾക്ക് എക്സാമിനറിന്റെ കൂടെ നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ 20 കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ +1 ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ബാച്ചിൽ ജോയിൻ ചെയ്യുക. എക്സാമിനറിന്റെ
എഫക്റ്റീവ്നെസ് യു ഹാവ് വിറ്റ്നസ്ഡ് വിത്ത് പ്രൂഫ്. എന്തൊക്കെ വന്നു എന്തൊക്കെ വന്നില്ല എന്ന് വളരെ ഓണസ്റ്റ് ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എക്സാമിനറിലൊക്കെ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ കൂടെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യം കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ. എല്ലാവർക്കും ഇനി അങ്ങോട്ട് ഉള്ള പഠനത്തിൽ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഇന്റർണൽ എക്സാംസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. മാത്രമല്ല നമുക്ക് ഇനി കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. പലരും ക്രിസ്മസ് എക്സാമിനെയും +1 സീരിയസ് ആയിട്ട് എടുക്കാത്തതിൻ്റെ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും അത് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അറിയണം നിങ്ങൾക്ക് കാര്യമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ നല്ല ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ഇനിയും 95% 90% ഒക്കെ അപ്പോൾ ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ ഡെഡിക്കേഷൻ ഇസ് എ മസ്റ്റ്. അത്രേ പറയാനുള്ളൂ മക്കളെ. ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് ഇനിയും പഠിക്കണം, ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ, നമുക്കിനി കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.